നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നീയൊക്കെ അനുഭവിക്കുമടാ, ഞാൻ തോറ്റപ്പോൾ നിങ്ങളൊക്കെ പായസം വെച്ച് ആഘോഷിച്ചതല്ലേ. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ വിജയവും തോൽവിയും ഒക്കെ ഉണ്ടാകും. തോറ്റു കഴിയുമ്പോൾ നീയൊക്കെ അനുഭവിക്കുന്നത് അങ്ങനെ തന്നെ വേണമെന്ന് പറഞ്ഞ് മുദ്രകുത്തലല്ല. പകരം തോറ്റു കഴിഞ്ഞാലും അവരെ ചേർത്ത് പിടിച്ച് കൊണ്ട് നിർത്തുകയും അവർക്ക് വേണ്ടിയുള്ള സഹായങ്ങൾ ചെയ്യുകയും അവർക്ക് വേണ്ടി സർക്കാരിനോട് സംസാരിക്കുകയും ഒക്കെ ചെയ്തിരുന്നുവെങ്കിൽ ഗണേഷ് കുമാറിന് കയ്യടി കിട്ടിയേനെ. എന്തായാലും ഗണേഷ് കുമാർ നിലവിൽ പിരിവെട്ടിയ അവസ്ഥയിലിരിക്കുന്നു എന്നാണ് ചില കമന്റുകൾ കണ്ടത്. ഏതായാലും പ്രിയദർശിനി സംവിധാനത്തിലൂടെ തകർന്നടിഞ്ഞ പ്രൈവറ്റ് ബസ് മേഖലയെ വിമർശിച്ച മുൻ ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ പ്രൈവറ്റ് ബസ്സുകളുടെ കാര്യങ്ങൾ പ്രവചിക്കാൻ കഴിയില്ലെന്നും അതൊരു നൂലിൽ കൂടെ കടന്നു പോകുന്ന സംവിധാനമാണെന്നുമാണ്, എങ്ങോട്ട് വേണമെങ്കിലും വീഴാമെന്നും ഗണേഷ് കുമാർ പറയുകയാണ്. നമുക്കറിയാം മുൻ IAS ഓഫീസർമാരൊക്കെ തന്നെ നമുക്കറിയാം ഈ KSRTC ഡിപ്പാർട്ട്മെന്റിൽ ഇരുന്ന ബിജു അടക്കമുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ട് ഏറ്റവും മികച്ച ഒരു ഗതാഗത മന്ത്രി എന്ന് പറയുന്നത് ഗണേഷ് കുമാറാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം പത്തനാപുരത്ത് തോൽക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പ്രൈവറ്റ് ബസ്സുകളെല്ലാം തീർന്നു, ഞാൻ തോറ്റപ്പോൾ അവർ പായസം വെച്ച് കുടിച്ചതല്ലേ, ഇനി നമുക്ക് പായസം വെക്കാം എന്നാണ് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത്. ഗണേഷ് കുമാറിന്റെ പ്രതികരണം കഴിഞ്ഞ ആഴ്ചയിൽ സർവീസ് നടത്തിയ ബസിന്റെ വാർത്ത അറിഞ്ഞതിന് പിന്നാലെയാണ്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് ചാലക്കുടിയിലെ ഈ ചീനി കാസ് ബസ് റീത്ത് വെച്ച് സർവീസ് അവസാനിപ്പിച്ചത്. 65 വർഷമായി ചാലക്കുടിയിൽ നിന്ന് വാൽപ്പാറയിലേക്കും വാൽപ്പാറയിൽ നിന്ന് ചാലക്കുടിയിലേക്കും 2 സർവീസുകളായിരുന്നു ഉണ്ടായിരുന്നത്. വന്യജീവി ആക്രമണങ്ങൾ ഉൾപ്പെടെ പ്രകൃതി ദുരന്തങ്ങൾ ഉൾപ്പെടെ എല്ലാം അതിജീവിച്ച് കഴിഞ്ഞ 65 വർഷമായി നടത്തിയ സർവീസാണ് പ്രിയദർശിനിയിലൂടെ തകർന്നടിഞ്ഞത്. ഡെയിലി 6500 രൂപ നഷ്ടത്തിൽ ഓടി തുടങ്ങിയതോടുകൂടിയാണ് 65 വർഷത്തെ സർവീസ് റീത്ത് വെച്ച് അവസാനിപ്പിച്ചത്. അതേസമയം പ്രിയദർശിനി സർവീസ് വൻ വിജയമാണെന്ന് കഴിഞ്ഞ ദിവസം ഗതാഗത മന്ത്രി CP ജോൺ അറിയിച്ചിരുന്നു. 1.5 കോടിയിലധികം ആളുകൾ കഴിഞ്ഞ ഒരു മാസം കൊണ്ട് പ്രിയദർശിനി സംവിധാനം ഉപയോഗിച്ചു എന്ന് പറയുന്നുണ്ട്. ഇത് ദുരുപയോഗം ചെയ്യുന്ന നിരവധി സ്ത്രീകൾ ഉണ്ട് എന്ന കുറ്റപ്പെടുത്തലും മറുവശത്ത് വരുന്നുണ്ട്. ഏതായാലും ഇനി ഓണത്തിനൊക്കെ തന്നെ ഈ ഗ്രാമമേഖലകളിലെ കടയിലൊന്നും തന്നെ അധികം വിപണി നടക്കാനുള്ള സാധ്യതയില്ല. കാരണം ഈ ബസ് ഉള്ളത് കൊണ്ട് തന്നെ എല്ലാവരും രാവിലെ ജോലിയെല്ലാം കഴിഞ്ഞ് ഈ ബസ്സിൽ കയറി സിറ്റിയിൽ പോയി സാധനങ്ങൾ വാങ്ങി തിരികെ വരാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെ തന്നെ കടക്കാർ പറയുന്ന ബൈറ്റ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. എന്തായാലും ഗണേഷ് കുമാറിന്റെ പ്രാക്കും നമ്മുടെ മന്ത്രിയുടെ ഇപ്പോഴത്തെ ഈ വിജയത്തിന്റെ ആ ബൈറ്റ് നമുക്കൊന്ന് കേൾക്കാം. അവര് പായസം വെച്ച് കുടിച്ചില്ലേ, കുടിക്കട്ടെ. സാർ, ഇപ്പൊ ഈ പ്രിയദർശിനി വന്നതിന് ശേഷം ഇപ്പൊ 65 വർഷം ഉണ്ടായിരുന്ന സർവീസ് ഇപ്പൊ റീത്ത് വെച്ച് കഴിഞ്ഞ ശനിയാഴ്ച അവസാനിപ്പിക്കുകയുണ്ടായിരുന്നു. അല്ല, അതൊക്കെ ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ട് പറയാം, വരട്ടെ. ഇത് നൂലിൽ കൂടെ നടക്കുകയായിരുന്നു, അതെങ്ങോട്ട് വീഴുന്നുള്ള കാര്യം ദൈവത്തിനെ അറിയണം. ഇപ്പൊ പ്രവചിക്കാൻ കഴിയത്തില്ല, നമ്മളിപ്പോ ഒന്നും പറയുന്നില്ല. പ്രൈവറ്റ് ബസ്സുകാരുടെ ഒരു അവസ്ഥ ഇനി എന്തായിരിക്കും സാറിന്റെ പ്രതീക്ഷ? അത് തീർന്നല്ലോ, അവര് പായസം വെച്ച് കുടിച്ചില്ലേ, കുടിക്കട്ടെ. അവരെ നിർത്തുമ്പോൾ നമ്മളൊരു പായസം വയ്ക്കുന്നുണ്ട്. പ്രിയദർശിനി ഒരു ഹ്യൂജ് സക്സസ് ആണ്. ഒരു ഗവൺമെന്റ്, ഏത് ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ള പദ്ധതികൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇത്രയും സക്സസ്ഫുള്ളായി ലക്ഷോപലക്ഷം ജനങ്ങളുടെ കുടുംബങ്ങളെ വളരെ പോസിറ്റീവായിട്ട് സ്വാധീനിച്ച ഒരു പദ്ധതി കുറവായിരിക്കും. അതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ സന്തോഷവും സംതൃപ്തിയുമുണ്ട്. ജനങ്ങളുടെ കുടുംബ ബജറ്റ് മാറ്റിമറിച്ച, നല്ല രീതിയിൽ മാറ്റിമറിച്ച ഒരു പദ്ധതിയാണ്. അതുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. പ്രതിപക്ഷം പോലും ഒരു ഘട്ടത്തിൽ ഇതിനെ അനുകൂലിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ വന്നു. തീർച്ചയായിട്ടും അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രതിപക്ഷം ആദ്യത്തെ ദിവസമൊക്കെ ബഹിഷ്കരിക്കണം എന്നൊക്കെ പറഞ്ഞെങ്കിലും അസംബ്ലിയിലൊക്കെ അതിന്റെ ചില ന്യൂനതകൾ പ്രതിപക്ഷത്തിന്റെ കടമ നിർവഹിക്കുന്നതിന്റെ ഭാഗമായിട്ട് ചൂണ്ടിക്കാണിച്ചതൊഴിച്ചാൽ പ്രതിപക്ഷത്തുള്ള രണ്ടുപേരും LDFും അതുപോലെ തന്നെ NDAയും പൂർണ്ണമായൊരു പിന്തുണ അങ്ങനെ പ്രഖ്യാപിച്ചിട്ടല്ല എങ്കിൽ പോലും തന്നതിൽ ഞങ്ങൾക്ക് വളരെ നന്ദിയുണ്ട്, വളരെയധികം സന്തോഷമുണ്ട്. സാമൂഹ്യ സമുദായ സംഘടനകളൊക്കെ തന്നെ ഇതിന്റെ നല്ല രീതിയിൽ കാണുകയാണ്. ഈ മലയോര മേഖലകൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് വാഹനങ്ങളുടെ കുറവുണ്ട്. അപ്പോൾ അതിനെ ഏത് നിലയ്ക്കാണ് നമുക്കതിനെ ഒന്ന് മുന്നോട്ട് അല്ല, അതൊക്കെ നമുക്ക് ദീർഘകാലാടിസ്ഥാനത്തിൽ ചെയ്യാം. ഇപ്പോൾ ഒരു 5 അംഗ കമ്മിറ്റി നമ്മൾ വെച്ചിട്ടുണ്ട്. പത്മകുമാർ IPS റിട്ടയർഡ് DGP നേതൃത്വത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ, നിങ്ങൾ അടുത്ത ചോദ്യം ഒഴിവാക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്, ഉണ്ടായിട്ടുണ്ട്. ഇതേ റൂട്ടിലോടുന്ന സ്വകാര്യ വണ്ടികൾ, എല്ലാ വണ്ടികളും അല്ല, ഇപ്പോൾ പ്രിയദർശിനി പോകുന്ന റൂട്ടിൽ സ്വകാര്യ വണ്ടി ഇല്ലെങ്കിൽ പ്രോബ്ലം ഇല്ലോ, നെയ്യാറ്റിൻകരയെ പോലെ. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള റൂട്ടുകൾ ഐഡന്റിഫൈ ചെയ്ത് അവരുടെ പ്രശ്നങ്ങൾ പഠിക്കാനും പരിഹരിക്കാനുമായിട്ടുള്ള ഒരു കമ്മിറ്റി 1.5 മാസം കൊണ്ട്, മാക്സിമം 6 ആഴ്ച, ഒരു മാസം കൊണ്ട് തന്നെ മിക്കവാറും തീരും. 2-3 നഗരങ്ങളിൽ സിറ്റിംഗ് നടത്തി കേൾക്കും. അവരുടെ പ്രതിനിധികളെ നമ്മൾ പലവട്ടം എൻ്റെ വീട്ടിൽ ഔദ്യോഗിക വസതിയിലായാലും ഓഫീസിലായാലും വെച്ച് കണ്ടു. അതുപോലെ തന്നെ 2 ദിവസം മുമ്പ് ഞാനും ട്രാൻസ്പോർട്ട് സെക്രട്ടറി അനുപമ IASും അതുപോലെ തന്നെ KSRTC MD പ്രമോജ് അതുപോലെ തന്നെ TC നാഗരാജു ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് അവരെ വളരെ ക്ഷമാപൂർവം കേട്ട് എവിടെയാണ് അവരുടെ പ്രശ്നം, ഏത് റൂട്ടിലാണോ, എല്ലാ റൂട്ടിലും പ്രശ്നമില്ലല്ലോ,
എന്ന് പരിശോധിക്കുന്നുണ്ട്. പ്രൈവറ്റ് എന്ന് പറയുന്ന പൊതുഗതാഗത രംഗത്ത് നിക്ഷേപിച്ചിട്ടുള്ള നിക്ഷേപകരായിട്ടാണ് നമ്മളവരെ കാണുന്നത്.